ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ. പരിപ്പും മുരിങ്ങാക്കോലും വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. അതിനാദ്യം തന്നെ ഞാൻ മുരിങ്ങാക്കോൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു കുഞ്ഞു തക്കാളിൻ്റെ പകുതി ഭാഗം അതും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടി എടുത്ത് ഏകദേശം ഒരു പകുതി വെന്ത പരിപ്പിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ പരിപ്പിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പേരിക്കുള്ള പ്രിപ്പറേഷൻസ് നടത്താം. ഉപ്പേരിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പയറാണ്. പയറും സവോളയും പിന്നെ പച്ചമുളകും കൂടി മുറിച്ചിട്ട് അതിനകത്ത് കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പൊരിക്കാനുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല അവയെല്ലാം ചേർത്ത് വെച്ച് കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. പരിപ്പും മുരിങ്ങാക്കോലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് വറവും കൂടി കഴിച്ചാൽ കറി സെറ്റായിട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചീൻചട്ടി തന്നെ ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ചൂടുള്ള ചീൻചട്ടി കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച പയർ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം എടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്കത് വേവിച്ചെടുക്കാം. ആ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് പൊരിക്കാനുള്ള മീനൊക്കെ കല്ലിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.